ലൈവ് അവസാനിക്കാനായിട്ട് ഇനി ഏതാനും മണിക്കൂറുകളും കൂടെ ബാക്കിയുള്ളൂ. എക്സ് കണ്ടസ്റ്റൻസ് ആരും തന്നെ ഇതുവരെ ഹൗസിൽ നിന്നും പോയിട്ടില്ല കേട്ടോ. മറ്റേ മ്യൂസിയം പരിപാടി ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നതാണ്. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഈ സീസണിൽ കാണാനായിട്ട് സാധിച്ചു. ആക്ടിവിറ്റി ഏരിയയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 100 ദിവസത്തെ ഓർമ്മകളിലൂടെ ഒരു യാത്ര നല്ല രീതിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. എന്നാലും എന്തൊരു എഫേർട്ട് ആണല്ലേ ഇതൊക്കെ. നമ്മൾ കാണാൻ ഭംഗിയുണ്ട് എന്ന് 2 നല്ല വാക്ക് പറഞ്ഞു, നമ്മുടെ എഫേർട്ട് അവസാനിച്ചു. ഇതിന്റെയൊക്കെ പുറകിൽ പണിയെടുക്കുന്ന ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോസ് ഒക്കെ കമ്പൈൻ ചെയ്ത് ഈ രീതിയിൽ ഫ്രെയിം ചെയ്ത ക്രൂ മെമ്പേഴ്സ്, അവരാണ് താരങ്ങൾ. ഹാറ്റ്സ് ഓഫ്. ഇത്തവണ വലിയ ഫോട്ടോസ് ഇത്തിരി ഡിമ്മായിരുന്നു കേട്ടോ. ഒരു സ്വിച്ച് അമർത്തുമ്പോഴാണ് അത് ലൈറ്റ് വരുന്നത് അതില്. അപ്പൊ ആ രീതിയിലൊക്കെ ഒത്തിരി അഡീഷണൽ സെറ്റപ്പ് ഈ സീസണിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു TV ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഫൈനൽ 5 ആണ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയത്. നല്ല രസമുണ്ട് ബിഗ് ബോസ്. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല എന്നൊക്കെ ജിൻഡോ പറയുന്നത് കേട്ടു. പിന്നെ ജാസ്മിന്റെ തോളിൽ കൈയിട്ട് ആ വഴി നടപ്പുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ വന്നു. എല്ലാവരും ഇതൊക്കെ കണ്ട് അവരവരുടെ ഫോട്ടോയും തപ്പി ആ വഴി നടക്കുന്ന കാഴ്ചയാണ് കണ്ണും തള്ളി. അതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു ഹാപ്പിനെസ് ആണ്. കാരണം 100 ദിവസത്തെ അവരുടെ ജേർണിയിൽ നമ്മൾ ഒരു പാട്ടായിരുന്നല്ലോ. വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിലെ ഞാൻ ലൈവ് കാണാതിരുന്നിട്ടുള്ളൂ. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഇത്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ ബൈ.